അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവസ് കി രാത്ത് എന്ന ഒരു കർഷകൻ്റെ ജീവിതത്തെ വളരെ അർത്ഥവത്തായ രൂപത്തിൽ അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധം മഹാനായ എഴുത്തുകാരൻ സാഹിത്യകാരൻ പ്രേംചന്ദ് ഈ കഥയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഹൽക്കു എന്നുള്ള കഥാപാത്രം തൻ്റെ കൃഷിയിടത്തിൽ വളരെ തണുത്ത് കൂറി ആരും പുറത്തിറങ്ങാൻ മടിക്കുന്ന പവസിൻ്റെ രാത്രിയിൽ അദ്ദേഹം അവിടെ കഴിച്ചു കൂട്ടുന്ന രംഗങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെമ്മലകൾ ഒരുമിച്ച് കൂട്ടി, ചെമ്മലകൾ എന്നാൽ മരത്തിൻ്റെ ഇലകൾ പൊഴിഞ്ഞതെല്ലാം വാരിക്കൂട്ടി കുന്നുകളാക്കി അത് കത്തിച്ച് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ അവർ തീ കായുകയാണ്. തോടി ദേർമ ഉല്ലാവോ ജൽ ഉഠ, അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ആ കൂമ്പാരം, ആ ചെമ്മൽ കൂമ്പാരം അത് കത്തിപ്പടരുകയും ചെയ്തു. ഉസ്കി ലോ ഊപ്പർ വാലെ ദറഖ്ത് കി പത്തിയോ കോ ഛൂ ഛൂ കർ ഭാഗനെ ലഗി, അതിലുണ്ടായിരുന്ന തീനാളങ്ങൾ അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന തീപ്പൊരികൾ അവിടെ മുകളിലുണ്ടായിരുന്ന അതിൻ്റെ ഏറ്റവും മുകളിലുണ്ടായിരുന്ന മരത്തിൻ്റെ ഇലകളെയെല്ലാം തൊട്ടുരുമ്മിക്കൊണ്ട് അതിങ്ങനെ ഓടിപ്പോകും, മുകളിലേക്ക് എങ്ങോട്ടോ അലക്ഷ്യമായി ഓടിപ്പോകുന്നുണ്ടായിരുന്നു. ഹിൽത്തി ഹുയി റോഷ്നിമേ, അവിടെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകാശത്തിൽ, ശക്തമായ ഇരുട്ടിൽ ഈ തീ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ ഇളകിക്കൊണ്ടിരിക്കുന്ന പ്രകാശത്തിൽ ബാഗ് കെ ആലിഷാൻ ദറഖ്ത്, ആ തോട്ടത്തിലെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആ മരം ഐസെ മാലും ഹോത്തേ ഥേ, ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ജൈസെ വോ ഇസ്ലാ ഇന്തിഹാദ് അന്ധേരേക്കോ, ആ മരം ഈ അറ്റമില്ലാത്ത വളരെ കഠിനമായ വളരെ കൂരാക്കൂരിരുട്ടായിരുന്ന ആ ഇരുട്ടത്ത്, ആ ഇരുട്ടിനെ അപ്പിനെ ഗിർദൻ पर संभाले हो, ഈ ഇരുട്ടിനെ, ഇത്രയും തീവ്രമായ ഈ ഇരുട്ടിനെ അത് തൻ്റെ പിരടിയിൽ സംരക്ഷിച്ച് നിർത്തുകയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ടായിരുന്നു. താരിഖി കെ ഇസ് അഥാ സമുദ്രമേ, ഇരുട്ടിൻ്റെ ഈ ഗാഢമായ ഈ സമുദ്രത്തിൽ, ആഴമേറിയ ഇരുട്ടിൻ്റെ സമുദ്രത്തിൽ റോഷ്നി ഏക് നാവോ കി മാനിന്ത്, അവിടെ ഈ തീക്കൂനയിൽ നിന്ന് പടർന്നു പൊന്തിയ ആ പ്രകാശം ഏക് നാവോ കി മാനിന്ത്, ഒരു കപ്പലിൻ്റെ പോലെ മാലും ഹോത്തി തീ. നാവോ എന്ന് പറഞ്ഞാൽ ജഹാസ്, കപ്പൽ, ഒരു കപ്പൽ പോലെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഹൽക്കു ഉല്ലാവോ കെ സാമനെ ബൈഠാ ഹുവ, ഹൽക്കു ആ തീക്കൂന, ആ തീക്കുമ്പാരത്തിന് മുന്നിലിരുന്നു കൊണ്ട് ആഗ് താപ് രഹാ ഥാ, അദ്ദേഹം തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏക് മിനിറ്റ് മേ ഉസ്നെ അപ്നെ ചാദർ ബഗൽ മേ ദബായി, ഒരു മിനിറ്റ് സമയം കൊണ്ട് തന്നെ തൻ്റെ ആ വിരിപ്പ്, തൻ്റെ കാൽ മുതൽ കക്ഷം വരെ വിരിച്ചു വെച്ച ആ വിരിപ്പ് ബഗൽ മേ ദബായി, തൻ്റെ കക്ഷത്തിൽ ഇങ്ങനെ അമർത്തിപ്പിടിച്ചു. ഓർ ദോനോ പാവും ഫേലാ ദിയെ ഗോയാവോ സർദിക്ക് ലൽക്കാർ കർ കഹ് രഹാ ഥാ, തൻ്റെ രണ്ട് കാലുകളും തൻ്റെ വിരിപ്പിൽ തൻ്റെ കാലുകൾ നിവർത്തി വെച്ചുകൊണ്ട്, തൻ്റെ കക്ഷത്ത് ആ വിരിപ്പ് അമർത്തി പിടിച്ചുകൊണ്ട്, തൻ്റെ കാലുകൾ നിവർത്തി പിടിച്ചുകൊണ്ട്, വോ സർദിക്കോ ലൽക്കാർക്കർ, അവിടെ ഉണ്ടായിരുന്ന ആ തണുപ്പിനോട് പോരാടിക്കൊണ്ട്, യുദ്ധം ചെയ്തുകൊണ്ട്, കെഹ്രഹാഥ, പറയുന്നത് പോലെ ഉണ്ടായിരുന്നു. ഗോയാവോ സർദിക്കോ ലൽക്കാർക്കർ കെഹ്രഹാഥ, അങ്ങനെ തണുപ്പിനോട് യുദ്ധം ചെയ്തുകൊണ്ട് പോരാടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് പോലെയുണ്ടായിരുന്നു. എന്ത് പറയുന്നത് പോലെയുണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ കടത്തം കണ്ടിട്ട് അങ്ങനെ തോന്നിപ്പോകുമായിരുന്നു. തേരെ ജീമെ ജോ ആയേ വോ കർ, നിൻ്റെ മനസ്സിൽ എന്തു തോന്നിയോ അതൊക്കെ ചെയ്തോ, നിനക്ക് വേണ്ടതെല്ലാം ചെയ്തോ എന്ന് തോന്നിപ്പോകുമാർ അദ്ദേഹം, ആ ഹൽക്കു അവിടെ ഇങ്ങനെ ആശ്വാസത്തോടു കൂടെ കിടക്കുന്നുണ്ടായിരുന്നു. സർദിക്ക് ഇസ് ബേപ്പായാൻ തോക്കത്ത് പർ, ഈ തണുപ്പിൻ്റെ അതിശക്തമായ അതിൻ്റെ ശക്തിയെയെല്ലാം, അതിൻ്റെ മുഴുവൻ ശക്തിയെയെല്ലാം ഫതഹ് പാക്കർ, അതിനെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട്, വോ ഖുഷീക്കോ ഛുപ്പാ നഗ് സക്ക, തൻ്റെ സന്തോഷത്തെ ഒരിക്കലും അടക്കി നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചതേയില്ല. ഉസ്നെ ജബ്രാസെ കഹ, അദ്ദേഹം ജബ്രയോട് പറയുകയാണ്, ക്യൂ ജബ്രേ അബ് തോ ഠണ്ഡേ നഹി ലഗ് രഹി ഹേ, എന്താ ജബ്രേ ഇപ്പോൾ നിനക്ക് തണുപ്പൊന്നും തോന്നുന്നില്ലല്ലോ. ജബ്രാനെ കൂ കൂ കർക്കെ ഗോയ കഹ,
ജബ്ര കൂ കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജബ്ര പറഞ്ഞതുപോലെയുണ്ട്. എന്ത് പറഞ്ഞതുപോലെയുണ്ട്? അബ് ക്യാ ഠണ്ടാ ലഗേഗി, ഇപ്പം എന്താ, ഇപ്പം എങ്ങനെ എനിക്ക് തണുപ്പ് തോന്നും? ഇപ്പം ഞാൻ ചൂട് കാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഞാനിപ്പോൾ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് തണുപ്പനുഭവിക്കും എന്ന് പറയും വിധം ആ ജബ്ര കൂ കൂ എന്ന് ഹൽക്കുവിനോട് പ്രതികരിക്കുകയുണ്ടായി. പെഹ്ലെ യെ തദ്ബീർ നെഹി സോച്ചി നെഹി തോ ഇത്നി ഠണ്ഡി ക്യൂം ഖാത്തെ, നേരത്തെ ഈ ഒരു തന്ത്രം ആലോചിച്ചില്ല. അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഇത്രയും തണുപ്പ് നമുക്ക് അനുഭവിക്കേണ്ടിയിരുന്നില്ലായിരുന്നല്ലോ. ജബ്രാനെ ദും ഹിലായി, തൻ്റെ വാക്കുകൾ സമ്മതിച്ചുകൊണ്ട് ജബ്രയും വാലാട്ടി. അച്ഛാ ആവോ ഇസ് ഉല്ലാവോക്കോ കൂത് കർ പാർക്കരേ, ഇനി അവർ തമ്മിലൊരു കളി കളിക്കാണ്. വരൂ, നമുക്ക് ഈ തീക്കുമ്പാരത്തെ, ഈ തീക്കൂനയെ അല്ലെങ്കിൽ ഈ ചമ്മലിൻ്റെ ഈ കൂനയെ നമുക്ക് ചാടിക്കടക്കാം. ദേഖേ കോൻ നിക്കൽ ജാത്താ ഹെ, ആരാണ് അപ്പുറത്തേക്ക് ചാടിക്കിടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം, എന്ന് പരിശോധിക്കാം. അഗർ ജൽഗേ ബച്ചാത്തോ മേ ദവാന കരും, കുട്ടി കരിഞ്ഞു പോയാൽ ഞാൻ മരുന്ന് വെച്ച് തരില്ല കേട്ടോ എന്ന് കളിയാക്കിക്കൊണ്ട് അവിടുന്ന് ഹൽക്കു പറയാണ് തമാശ രൂപേണ. ജബ്രാനെ ഖൗഫ് സദാ നിഗാഹോं से ഉല്ലാവ് की तरफ देखा, അങ്ങനെ പറഞ്ഞതോടെ ജബ്ര പേടിച്ചുകൊണ്ട് ആ തീക്കുമ്പാരത്തെ ഒന്ന് നോക്കി. മുന്നീസെ കൽ ഇന്നെ കഹദേന വർണ്ണ ലഡായി കരേകി, നാളെ ചെന്നിട്ട് മുന്നിയോട് പറയാനിരിക്കണ്ട ഞങ്ങളിങ്ങനെ തീക്കുമ്പാരത്തിൽ ചാടിക്കളിച്ചിരുന്നു എന്നൊന്നും പറയാനിരിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ വർണ്ണ ലഡായി കരേകി, നിന്നോട് വഴക്കു കൂടും മുന്നി എന്നവിടുന്ന് പറയുകയുണ്ടായി ഹൽക്കു. യേ കെഹ്താ ഹുവ വോ ഉഛല, ഇതും പറഞ്ഞുകൊണ്ട് ഹൽക്കു അവിടുന്ന് ചാടുകയുണ്ടായി. ഉസ് ഉല്ലാക്കെ ഊപ്പർ സെ സോഫ് നിക്കൽ ഗയ, ആ തീക്കുമ്പാരത്തിൻ്റെ മുകളിലൂടെ വളരെ ശുദ്ധമായിട്ട് വളരെ തെളിഞ്ഞുകൊണ്ട് കൃത്യമായി അദ്ദേഹം ചാടിക്കിടക്കുകയും ചെയ്തു. കൃത്യമായി എന്നർത്ഥത്തിനാണ് ഇവിടെ സോഫ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായി ചാടിക്കടക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പാരോമെ ജറാസി ലപ്പട് ലഗയി, എന്നാലും തൻ്റെ കാലിൽ ചെറുതായിട്ടെങ്കിലും തീ പൊള്ളിയിരുന്നു. പർവോ കോയി ബാത് നഥി, എന്നിരുന്നാലും ഒരു കാര്യവുമാക്കിയില്ല, ഒരു കാര്യവും ആയില്ല, ഒരു കുഴപ്പവും വന്നില്ല. ജബ്ര ഉല്ലാവ് കെ ഗിർദ് ഘൂം കർ ഉസീ കെ പാസ് ആ ഖടാ ഹുവ, ജബ്ര എന്നാൽ ആ സമയത്ത് ആ ഉല്ലാവോക്ക് ചുറ്റും, ആ തീക്കുമ്പാരത്തിന് ചുറ്റും ചുറ്റിക്കറങ്ങിക്കൊണ്ട് തൻ്റെ അടുത്ത്, ഹൽക്കുവിൻ്റെ അടുത്ത് തന്നെ വന്നു നിന്നു. ഹൽക്കുവിനെ കഹ, അന്നേരത്ത് ഹൽക്കു പറഞ്ഞു, ചലോ ചലോ ഉസ്കി നെഹി ഊപ്പർ സെ കൂദ് കർ ആവോ, ഹൽക്കു പറയാണ്, പോകൂ, നീ ഇവിടെയല്ല അതിൻ്റെ മുകളിലൂടെ നീ ചാടി കടന്നു വാ. വോ ഫിർ കൂദ ഓർ ഉല്ലാവൊക്കെ ഉസ് പാർ ആകയ, ആ ജബ്ര ഉടനെ തന്നെ ചാടുകയും അതിൻ്റെ അപ്പുറം കിടക്കുകയും ചെയ്തു. പത്തിയാൻ ജൽ ചുക്കി തീ, അവിടുത്തെ ഇലകളെല്ലാം കത്തിക്കഴിഞ്ഞിരുന്നു. ബാഗീച്ചമേ ഫിർ അന്ധേര ചാകയാ ഥാ, വീണ്ടും ആ തോട്ടത്തിൽ വീണ്ടും ഇരുട്ട് പരക്കുകയും ചെയ്തു. രാഖ് കെ നീച്ചെ അഭി കുച്ച് ആഗ് ബാക്കി തീ, ആ ചാരത്തിനടുത്ത് ഇപ്പോഴും ഒരൽപ്പം തീ ബാക്കിയുണ്ടായിരുന്നു. ആ ചാരത്തിൽ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. ആ വെണ്ണൂറിൽ ഇനിയും തീ ബാക്കിയുണ്ടായിരുന്നു. जो हवा का झोंका आने पर जरा जाग उठती थी, ചെറിയ കാറ്റുകൾ വരുമ്പോൾ, കാറ്റടിക്കുമ്പോൾ ആ തീക്കനൽ ഒന്നുകൂടെ ഉണരുമായിരുന്നു. അത്തരത്തിൽ ഇങ്ങനെ ചെറിയ തീക്കനലുകൾ ഇനിയും അവിടെ ബാക്കിയുണ്ടായിരുന്നു. ഫിർ ഏക് ലംഹെ മേ ഫിർ ആംഖേ ബന്ദ് കർ ലേത്തി ഹെ, പക്ഷേ ഒരു നിമിഷത്തോടുകൂടെ വീണ്ടും ആ തീക്കനലുകൾ കണ്ണടക്കുന്നു. ഹൽക്കൂനെ ഫിർ ചാദർ ഓടിലി, ഹൽക്കു പിന്നീട് തൻ്റെ വിരിപ്പ് മൂടുകയും ഓർ ഗറം രാഖ് കെ പാസ് ബൈഠ, എന്നിട്ട് ആ ചൂടുള്ള വെണ്ണീരിൻ്റെ അടുത്ത് ഇരിക്കുകയും ഓർ ഏക് ഗീത്ത് ഗിൻഗിനാനെ ലഗ, അങ്ങനെ ഒരു പാട്ട് പാടുകയും ചെയ്തു. ഉസ്കെ ജിസ്മ മേ ഗർമി ആ ഗയി थी, തൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ചൂട് വന്നിരുന്നു. पर जूं जूं सर्दी बढ़ती जाती है, പക്ഷേ തണുപ്പ്
കൂടുന്നിടത്തോളം ഉസെ സസ്തി ദബായയിലെത്തി തീ തന്നെ വല്ലാതെ സസ്തി എന്ന് പറഞ്ഞാൽ വല്ലാത്ത അലസത തന്നെ വല്ലാതെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. തന്നെ ഇങ്ങനെ വല്ലാതെ അലസനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ദഫ്അത്തൻ പെട്ടെന്നാണ് ജബ്ര സോർ സെ ഭൂങ്കർ ജബ്ര വളരെ ശബ്ദത്തിൽ കുരച്ചുകൊണ്ട് ഖേത് കി തറഫ് ഭാഗ അവിടുത്തെ ആ വയലിന് ചുറ്റും ഓടിപ്പോയി. ഹൽക്കു ഐസ മഹസൂസ് ഹുവ ഹൽക്കുവിന് ഇങ്ങനെ തോന്നി കെ ജാൻവറോं का एक गोल उसके खेत में आ गया. മൃഗങ്ങളുടെ ഒരു കൂട്ടം തന്നെ തൻ്റെ വയലിലേക്ക് വന്നിട്ടുണ്ട്. ഷായദ് നീൽഗാവോं का था അത് നീൽഗാവോं അഥവാ കാട്ടുപോത്തുകളുടെ കൂട്ടം തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നും അദ്ദേഹത്തിന് തോന്നി. ഉൻകെ കൂദിനെ ഓർ ദൗഡ്നെ കി ആവാസേं സോഫ് സുനായി ദേ രഹി थी. അവർ ആ കാട്ടുപോത്തുകൾ ഓടുന്നതും ചാടുന്നതും ശബ്ദങ്ങൾ കൃത്യമായി അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഫിർ ഐസ മാലൂം ഹുവ പിന്നെ ഇങ്ങനെ തോന്നി കെ വോ ഖേത് മേ ചർ രഹി ഹെ പിന്നെ വന്ന ശബ്ദത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ അനുഭവപ്പെട്ടു അവരെല്ലാവരും തൻ്റെ വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാട്ടുപോത്തുകൾ തൻ്റെ വയലിൽ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നി. ഉസ്നെ ദിൽമേ കഹ അന്നേരം കിടന്ന സ്ഥലത്ത് തന്നെ കിടന്ന വിരിപ്പിൽ തന്നെ കിടന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ മനസ്സിൽ പറഞ്ഞു, നെഹി ഇല്ല, ഒരു ജീവികൾക്കും വരാൻ സാധിക്കില്ല. ജബ്രാക്കെ ഹോത്തെ ഹുയെ കോയി ജാൻവർ ഖേത് നെഹി ആ സക്ത ജബ്ര ഉണ്ടായിരിക്കെ ഒരു മൃഗങ്ങൾക്കും ഈ വയലിൽ വരാൻ സാധിക്കില്ല. നോച്ച് ഡാലേക അവർ അവരുടെ മുടി പറിച്ചിടുക എന്നൊക്കെ നോച്ച് ഡാലിന എന്നർത്ഥമുണ്ട്. അതുപോലെ ആക്രമിക്കുക, അവരെ എല്ലാവരെയും ജബ്ര ആക്രമിക്കുക തന്നെ ചെയ്യും. മുജെ വഹം ഹോ രഹാ ഹെ എനിക്ക് എന്തോ തെറ്റിദ്ധാരണ വന്നതാണ്. ഇല്ല, ജബ്ര ഉണ്ടായിരിക്കെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അബ് തോ ഫിർ കുച്ച് ദിഖായി നെഹി ദേത്താ മുझे भी ഇപ്പോഴെന്താ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ, വല്ലാതെ ഇരുൾ പരന്നിട്ടുണ്ടല്ലോ. കൈസ ധോഖാ ഹുവ എന്തൊരു വഞ്ചനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്നെ സോർ സെ ആവാസ് ലഗായി അതോടുകൂടെ താൻ മുന്നിലൊന്നും കാണാൻ കഴിയാത്ത വിധം ഇരുൾ പരന്നപ്പോൾ താൻ വളരെ ശബ്ദത്തോടുകൂടെ വിളിക്കുകയാണ്, ജബ്ര ജബ്ര. ആവാസ് ലഗായി ജബ്ര ജബ്ര ഭൂങ്ക്താ രഹ ഉസ്കെ പാസ് ന ആയ ജബ്ര ജബ്ര എന്ന് വിളിച്ചപ്പോൾ ജബ്ര ഭൂങ്ക്താ രഹ ജബ്ര അവിടെ കുരച്ചുകൊണ്ടേയിരുന്നു. ഉസ്കെ പാസ് ന ആയ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഹൽക്കുവിൻ്റെ അടുത്തേക്ക് വന്നതേയില്ല. ജാൻവറോं के चरने की आवाज़ चर चर सुनाई देने लगी. മൃഗങ്ങൾ മേയുന്ന ആ ശബ്ദം ചെർ എന്നുള്ള ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പക്ഷേ ഹൽക്കു അപ്നേക്കോ ഫരീബ് ന ദേ സക പക്ഷേ തൻ്റെ സ്വശരീരത്തെ വഞ്ചിതനാവാൻ താൻ അനുവദിച്ചില്ല. താൻ അവിടുന്ന് എഴുന്നേറ്റ് ഇനിയും താൻ വഞ്ചിതനാവണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചില്ല. അഥവാ ഇനി പുറത്തേക്കിറങ്ങി ഇനി വയലിലേക്ക് ചെന്നാൽ അവിടെ ഒന്നുമില്ലാതെ ഞാൻ വഞ്ചിതനായി പോകേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അവിടെ തന്നെ കടന്നു. മഗർ ഉസേ ഇസ് വക്ത് അപ്നി ജഗാ സെ ഹിൽന സുഹർ മാലും ഹോത്താ ഥാ. മാത്രവുമല്ല തൻ്റെ ആ കിടപ്പറയിൽ നിന്ന് കിടക്കുന്ന ആ സ്ഥലത്തു നിന്ന് ആ സമയം ഒന്ന് ഇളകുക എന്ന് പോലും സുഹർ മാലും ഹോത്താ ഥാ അസഹനീയമായി തോന്നിയിരുന്നു. തണുപ്പ് മൂലം ഒന്ന് ഇളകാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു. അതെല്ലാം അസഹനീയമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു. കൈസ ഗർമായ ഹുവ മസേസെ ബേഠാത്ത എത്ര ചൂട് പിടിച്ച് നല്ല രസത്തിലായിരുന്നു ഞാനിവിടെ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരുന്നത്. ഇസ് ജാഡെ പാലമേ ഖേത്മേ ജാന ഇത്രയും തണുപ്പത്ത് ഈ വയലിൽ പോയി ജാൻവറോങ്കോ ഭഗാന അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ ആട്ടിത്തെളിച്ച് ഉൻക പീച്ച കർണ അവരുടെ പിന്നാലെ കൂടുക ഉസെ പഹാഡ് മാലും ഹോത്താ ഥാ അതെല്ലാം വളരെ പ്രയാസമായി അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തു. അഥവാ തൻ്റെ ഡ്യൂട്ടിയായ തൻ്റെ ഉത്തരവാദിത്തമായ ആ മൃഗങ്ങളെയെല്ലാം ആട്ടിത്തെളിച്ചുകൊണ്ട് തൻ്റെ വയലിനെ വിതക്കാൻ വയൽ കൊഴിയാൻ സമയമായ
വളരെ സീസണായി നിൽക്കുന്ന ആ ഒരു പാടത്തെ സംരക്ഷിക്കുക എന്നതാണ് തൻ്റെ ഉത്തരവാദിത്വം. അതിൽ നിന്ന് അദ്ദേഹം മടുപ്പ് കാണിക്കുകയും തൻ്റെ വിരക്തി കാരണം അതിനോടെല്ലാം അതൊന്നും ചെയ്യാൻ താൻ തുനിയുകയും ചെയ്തില്ല. അത്തരത്തിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ താൻ തുനിയുകയും ചെയ്തില്ല. അതെല്ലാം തനിക്ക് പഹാഡ് മാലും ഹോത്താ ഥ, അതെല്ലാം വളരെ പ്രയാസകരമായി തോന്നുകയും ചെയ്തു. അപ്പനെ ജഗാസെ നെഹില, താൻ കിടന്ന ആ സ്ഥലത്ത് നിന്ന് ഇളകുകയും ചെയ്തില്ല. ബൈഠേ ബൈഠേ ജാൻവറോं को ഭഗാനെ കെ ലിയെ ചില്ലാനെ ലഗ, അവിടെ ഇരുന്നിടത്തിരുന്നു കൊണ്ട് ഇരുന്നിരുന്ന് മൃഗങ്ങളെ ആട്ടാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി, ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഹല്ലോ ഹല്ലോ ഹോ ഹോ ഹ എന്നുള്ള ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു മൃഗങ്ങളെ ആട്ടാൻ വേണ്ടിയിട്ട്. മഗർ ജബ്ര ഫിർ ഫൂങ് ഉട, പക്ഷേ എന്നാലും ജബ്ര അന്നേരത്ത് വീണ്ടും ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരുന്നു. ജാൻവർ ഖേത് ചർ രഹേ ഥേ, മൃഗങ്ങൾ അന്നേരത്ത് അവിടെ വയലിൽ ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസൽ തയ്യാർ ഹേ, വിളവെടുപ്പ് കാലം സജ്ജമായിരിക്കുകയാണ്. മഗർ യെ ജാലിം ജാൻവർ ഉസ്കാ സത്യാനാസ് കിയേ ഡാൽത്തെ ഹേ, പക്ഷേ ഈ അക്രമികളായ ഈ മൃഗങ്ങൾ അതിനെയെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൽക്കു പക്ക ഇറാദ കർക്കെ ഉഠ, ഹൽക്കു ഉറച്ച തീരുമാനത്തോടുകൂടെ ഉദ്ദേശത്തോടുകൂടെ അദ്ദേഹം എഴുന്നേറ്റു. പക്ഷേ ഓർ 2-3 കദം ചല, 2-3 അടി മുന്നോട്ട് വെച്ചെങ്കിലും യക്കായക് പെട്ടെന്നാണ് ഹവാക്ക ഏക് ഐസ ഢണ്ട, പെട്ടെന്നാണ് കാറ്റിൻ്റെ ഇത്രമാത്രം തണുത്ത ഛബിനേവാല എന്ന് പറഞ്ഞാൽ ഒരു അസഹനീയമായ തണുത്ത കാറ്റ് ഛബിനേവാല ബിച്ചു കെ ഢങ് കാസ, തേള് കടിക്കും വിധം, തേള് കുത്തും വിധം, ഝൂങ്കാലക, ഒരു കാറ്റടിക്കുകയും ചെയ്തു, കാറ്റ് വീശുകയും ചെയ്തു. തേള് കുത്തും വിധം ശരീരത്തിൽ കുത്തി തറച്ചുകൊണ്ട് ഒരു തണുത്ത കാറ്റ് അവിടെ വീശുകയും ചെയ്തു. അപ്പോൾ അന്നേരത്ത് വോ ഫിർ ഭുജ്തേ ഹുയെ ഉല്ലാവ് കെ പാസ്, ആ കെടാനായ കൂനക്ക് അടുത്തു വന്നുകൊണ്ട് ആ ബൈഠ വന്നിരിക്കുകയും ചെയ്തു. ഓർ ഫിർ രാഖ് കോ കുരീദ് കർ അപ്പനെ ഠണ്ട് ജിസ്ം കോ ഗർമാനെ ലഗ, പിന്നീട് ആ കൂനയുടെ ആ കൂമ്പാരത്തിൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ചാരത്തെ കുരേത് കർ, അതിനിങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അതിലിങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവിടെ അപ്പനെ ഠണ്ട ജിസം കോ ഗർമാനെ ലഗ, തൻ്റെ ആ തണുത്ത് കോറിയ ശരീരത്തെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി. ജബ്ര അപ്ന ഗല ഫാടെ ഡാൽത്താ ഥ, ജബ്ര അന്നേരത്ത് തൻ്റെ തൊണ്ട പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൊണ്ട പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തൊണ്ട പൊട്ടിക്കും വിധം ഒച്ചുണ്ടാക്കി കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നായ കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാടിന എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നാണ് അർത്ഥം. ഗലാ ഫാഡ് ഡാൽത്താത്ത, ഇവിടെ എന്താണ്, തൊണ്ട പൊട്ടിക്കും വിധം ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേൽ ഗായം ഖേത്ത് കാ സഫായ കിയെ ഡാൽത്തി ഥി, അന്നേരത്തോ ആ കാട്ടുപോത്തുകൾ നേൽ ഗായെ ഖേത്ത് കാ സഫായ കിയെ ഡാൽത്തി ഥി, ആ വയലിനെ തന്നെ, ആ പാടം തന്നെ തീർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർ ഹൽക്കു ഗറം രാഖ് കെ പാസ് ഖാമോഷ് ബൈഠാ താ, എന്നാൽ ഹൽക്കുവോ ആ ചൂടുള്ള ആ രാഖ് എന്ന് പറഞ്ഞാൽ ആ ചാരത്തിനടുത്ത് മിണ്ടാതിരിക്കുകയായിരുന്നു. അഫ്സർദഗീനെ ഉസെ ചാറോം തറഫ്സെ ഉസി കി തറ ജിഗർ രഹാ ഥ, ദുഃഖവും അല്ലെങ്കിൽ സങ്കടം അദ്ദേഹത്തെ 4 ഭാഗത്തു നിന്നും ഇതുപോലെ ജിഗഡ് രഹാഥ തന്നെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിരുന്നു. വല്ലാത്ത സങ്കടം, വല്ലാത്ത ടെൻഷൻ അദ്ദേഹത്തെ ഇങ്ങനെ 4 ഭാഗത്തു നിന്നും തന്നെ പിടിച്ചു കെട്ടിയിരുന്നു.
ഉസി രാഖ് കെ പാസ് ജമീൻ പർ വോ ചാദർ ഊട്ട് കർ സോ ഗയ. ആ ചാരത്തിനടുത്ത് തന്നെ താൻ നിലത്ത് വിരിപ്പ് വിരിച്ചുകൊണ്ട് ഉറങ്ങുകയും ചെയ്തു. സവേരെ ജബ് ആങ്ക് ഖുലി, നേരം പുലർന്നപ്പോൾ താൻ കണ്ണ് തുറന്നപ്പോൾ ദേഖ, താൻ കണ്ടതെന്താണ്? ചാറോം തറഫ് ധൂപ് ഫൈലി ഗയി ഥി. 4 ഭാഗത്തും പുക അല്ലാത്ത മഞ്ഞിൻ്റെ പുക പരന്നിരുന്നു. ഓർ മുന്നി ഘടി കഹരഹി ഥി. അവിടെ മുന്നി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയാണ്, തും കഹാ ആക്കർ മർഗേ, നിങ്ങൾ എവിടെ വന്ന് ചത്തതായിരുന്നു? ഇധർ സാരാ ഖേത്ത് ചോപ്പട്ട് ഹോകയാ, ഇവിടുത്തെ മുഴുവൻ വയലും നശിച്ചു പോയല്ലോ, അതാകെ ബർബാദായി പോയല്ലോ. ഹൽക്കൂനെ ഉഠ്കർ കഹ, ഹൽക്കു എഴുന്നേറ്റ് കൊണ്ട് പറയുകയാണ്, ക്യാ തോ ഖേത് സെ ഉഠ്കർ ആ രഹി ഹെ, നീ എന്താണോ വയലിൽ നിന്നാണോ കയറി വരുന്നത്, വയലിൽ നിന്നാണോ എഴുന്നേറ്റ് വരുന്നത്? മുന്നി പറയുകയാണ്, ഹാ അതെ, സാരേ ഖേത് കാ സത്യാനാസ് ഹോഗയ, മുഴുവൻ വയലും നശിച്ചു പോയല്ലോ. ഭല ഐസാ ഭി കോയി സോത്താ ഹെ, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉറങ്ങുമോ? തുമാരെ യഹാ മണ്ടിയ ഡാൽനെ സെ ക്യാ ഫായിദ ഹുവ, നിനക്കിവിടെ ഒരു ടെൻറ്റ് കെട്ടിയത് കൊണ്ട്, കാവൽ നിൽക്കാൻ ഒരു ടെൻറ്റ് കെട്ടി തന്നതുകൊണ്ട് എന്തുപകാരമാണ് ഉണ്ടായത്? ഹൽക്കൂനെ ബഹാനാക്കിയ, അന്നേരം ഹൽക്കു ഒരു തന്ത്രം സമാധാനിക്കാൻ വേണ്ടിയിട്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറയാണ്, മൈ മർത്തേ ബച്ച, ഞാൻ മരിച്ച് കഴിച്ചിലായതാണ്, അഥവാ അത്രയും മരിക്കാനായി കഴിച്ചിലായതാണ്. തുജെ അപ്നെ ഖേത് കി പടി ഹെ, നിനക്കാണെങ്കിൽ നിൻ്റെ വയലിൻ്റെ ആ ഒരു ചിന്തയെ നിനക്കുള്ളൂ. നീ നിൻ്റെ വയലിൽ കിടക്കാണ്. നീ പേട്ട് മേ ഐസാ ദർദ് ഉഠാ ഥാ കെ മൈ ഹി ജാൻതാ ഹൂം, എൻ്റെ വയറിൽ എത്രമാത്രം വേദന അനുഭവപ്പെട്ടിരുന്നു എന്ന് എനിക്ക് മാത്രമല്ലേ അറിയാം എന്നങ്ങനെ പറഞ്ഞ് കുതന്ത്രം പ്രയോഗിക്കുകയായിരുന്നു. ദോനോ ഫിർ ഖേത്ത് കെ ഡാണ്ടേ പർ ആയേ, അങ്ങനെ 2 പേരും ആ വയലിലെ പാടവരമ്പത്ത് വന്ന് നിന്നു. ദേഖാ ഖേത് പർ ഏക് പൗദേ കാ നാം നഹി, ആ വയലിൽ ഒരു ചെടി പോലും, പേരിന് പോലും ഒരു ചെടിയില്ലായിരുന്നു. ജബറ മിണ്ടിയ കെ നീച്ചെ ഛത് പടാ ഹെ, തൻ്റെ നായ ജബ്ര തൻ്റെ ആ കാവൽ നിൽക്കാൻ ഉണ്ടാക്കി വെച്ച ആ ടെൻറ്റിൻ്റെ കൂരക്ക് താഴെ ഛത് പടാഹെ കമിഴ്ന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഗോയ ബദൻമേ ജാൻ ഹി നഹി, തനിക്ക് തൻ്റെ ശരീരത്തിൽ ജീവനേ ഇല്ലാത്തതുപോലെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ദോനോ ഖേത് കി തറഫ് ദേഖ് രഹേ ഥേ, 2 പേരും ആ വയലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുന്നി കെ ചെഹ്റേ പർ ഉദാസി ഛായി ഹുയി ഥി, മുന്നിയുടെ മുഖത്ത് ആകെ വിരക്തി പരന്നിരുന്നു. മഗർ ഹൽക്കു ഖുഷ് ഥ, എന്നാലും ഹൽക്കു വളരെ സന്തുഷ്ടനായിരുന്നു. മുന്നിനെ ഫിക്കർമന്ദ് ഹോക്കർ കഹ, മുന്നി അന്നേരം ചിന്താവിഷ്ടനായി പറഞ്ഞു, അബ് മജൂരി കർക്കെ മാൽ ഗുജാരി ദേനി പടേഗി, വളരെ വിഷമിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ മുന്നി പറയുകയാണ്, ഇനി നമ്മൾ മസ്ദൂരി കർക്കെ മറ്റുള്ള ഇതര പണികളെടുത്തുകൊണ്ട് മജൂരി എന്ന് പറഞ്ഞാൽ മസ്ദൂരി, തൊഴിലെടുത്തുകൊണ്ട് ഇനി നമ്മൾ നമ്മുടെ മാൽ ഗുജാരി ദേനി പടേഗി, നമ്മുടെ വരവ്, നമ്മുടെ ഫിനാൻസ് നോക്കേണ്ടി വരും, നമ്മുടെ സമ്പത്ത് കാര്യങ്ങൾ അങ്ങനെ നിർവഹിക്കേണ്ടി വരും. ഹൽക്കുനെ ഖുഷി കെ ലഹ്ജമേ കഹ, അന്നേരം ഹൽക്കു സന്തോഷത്തോടുകൂടെ പറയുകയാണ്, രാത് കോ ഠണ്ടേ മേ യഹാ സോനാ തോ നെഹി പടേഗ, എന്നാലും രാത്രിയിൽ ഇത്രയും തണുപ്പത്ത് ഇങ്ങനെ വന്ന് കടന്നുറങ്ങേണ്ടി വരില്ലല്ലോ, തൊഴിലെടുത്താലും ഇത്തരത്തിലുള്ള പണിയെടുത്താലും രാത്രി പാടത്ത് വന്ന് കടന്നുറങ്ങേണ്ടി വരില്ലല്ലോ. മൈ ഇസ് ഖേത്ത് കാ ലഗാൻ ന ദൂങ്കി, അന്നേരം ഒരിക്കലും കൃഷിപ്പണി ഒഴിവാക്കാൻ താല്പര്യമില്ലാത്ത മുന്നി ഹൽക്കുവിനോട് പറയാണ്, മേ ഇസ് ഖേത് കാ ലഗാൻ ന ദൂങ്കി, ഞാനൊരിക്കലും ഈ വയലിൻ്റെ അതിൻ്റെ കടിഞ്ഞാൺ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കൂല. കഹേ ദേത്തി ഹൂँ, ഞാൻ പറഞ്ഞുതരാട്ടോ, ഞാൻ ഇതിൻ്റെ കടിഞ്ഞാൺ ഒരിക്കലും നിങ്ങളെ ഏൽപ്പിക്കൂല.
ജീനെ കെ ലിയെ ഖേത്തി കർത്തേ ഹെ, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഇവിടെ വയലിൽ പണിയെടുക്കുന്നത്, പാടത്ത് പണിയെടുക്കുന്നത്. മർനെ കെ ലിയെ നഹി കർത്തേ, നാം മരിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ജീവിതമാർഗങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വരവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പണിയെടുക്കുന്നത്, അല്ലാതെ മരിക്കാൻ വേണ്ടിയിട്ടല്ല. ജബ്ര അഭി തക് സോയാ ഹുവാ ഹെ, ജബ്ര ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്നാ തോ കഭി ന സോതാ താ, ഇത്ര ഒരിക്കലും അവൻ ഉറങ്ങാറില്ലായിരുന്നു. ആജ് ജാക്കർ ഷെഹനാസെ കഹദോ, ഇന്ന് പോയിട്ട് നീ ഷെഹനയോട് പറയോ, ഖേത് ജാൻവർ ചർഗയെ, നമ്മുടെ വയലെല്ലാം മൃഗങ്ങൾ മേഞ്ഞു പോയിട്ടുണ്ട്, മേഞ്ഞ് തിന്നിട്ടുണ്ട്. ഹം ഏക് പൈസ ന ദേങ്കെ, നമുക്ക് ഒരു പൈസ പോലും ഇനി നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന് പോയി പറഞ്ഞോ. രാത് ബഡേ ഗജബ് കി സർദി ഥി, രാത്രിയാണെങ്കിലോ ഭയങ്കര ശക്തമായ തണുപ്പുമായിരുന്നു എന്ന് നീ ഷെഹനയോട് ചെന്ന് പറഞ്ഞോ. മേ ക്യാ കഹ്തി ഹോ തും ക്യാ സുൻതേ ഹോ, ഞാനിപ്പോൾ എന്താ പറയുന്നത്, നീ എന്താ കേൾക്കുന്നത് എന്നുള്ള പരസ്പര സംഭാഷണങ്ങൾ, അവർ തമ്മിലുള്ള വഴക്കുകൾ ഇങ്ങനെ നടക്കുകയാണ്. തു ഗാലി ഖാനെ കി ബാത് കഹ രഹി ഹെ, അന്നേരത്ത് ഹൽക്ക് പറയാണ്, നീ വഴക്ക് കേൾക്കുവാനുള്ള സംസാരങ്ങൾ, വല്ലാത്ത വഴക്ക് കേൾക്കാനുള്ള സംസാരങ്ങളാണ് നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷഹനാക്കോ ഇൻ ബാത്തോൻ സെ ക്യാ മത്ലബ്, ഷഹനക്ക് ഇത്തരത്തിലുള്ള സംസാരങ്ങളോട് എന്ത് കാര്യമാണുള്ളത്, ഇതിനോടൊക്കെ എന്ത് കാര്യമാണ്, ഷഹനയെ ബന്ധപ്പെടുത്തി പറയേണ്ട എന്ത് കാര്യമാണുള്ളത്. തുമാരാ ഖേത് ചാഹെ ജാൻവറോനെ ഖായ, ചാഹെ ആഗ് ലഗ് ജായേ, ചാഹെ ഊലെ പട് ജായേ, ഉസേ തോ അപ്നി മാൽ ഗുജാരി ചാഹിയേ. നിൻ്റെ വയലിൽ മൃഗങ്ങൾ മേഞ്ഞ് തിന്നാലും, അല്ലെങ്കിൽ തീ പിടിച്ചാലും, അല്ലെങ്കിൽ ഊലെ പടിച്ചായ മഞ്ഞ് വീഴ്ച വന്നാലും, മഞ്ഞ് വീണാലും, ഉസേത്തോ അപ്നി മാൽ ഗുജാരി ചാഹിയെ, ഷെഹനക്ക് എന്തായാലും തനിക്ക് കിട്ടാനുള്ള ആ വരവ് അത് കിട്ടേണ്ടി വരിക തന്നെ ചെയ്യും. തൂ ഛോഡ് ദോ ഖേത്തി, മൈ ഐസി ഖേത്തി സെ ബാസ് ആയി, നീ നിൻ്റെ വയലൊക്കെ ഒഴിവാക്ക്. എനിക്ക് ഇത്തരത്തിലുള്ള വയലിനോടൊക്കെ, പാടത്ത് പണിയെടുക്കുന്നതിനോടൊക്കെ വല്ലാത്ത വിരക്തി വന്നിട്ടുണ്ട്, എനിക്ക് വല്ലാത്ത മടുപ്പ് വന്നിട്ടുണ്ട്. ഹൽക്കുവിനെ മായുസാന അന്താസ്മേ കഹ, ഹൽക്കു അന്നേരം വളരെ ദുഃഖത്തോടുകൂടെ, സങ്കടത്തോടുകൂടെ പറയുകയാണ്, ജി അതെ, മേരെ ഭി യഹി ആത്താ ഹെ, എനിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ വരുന്നത്, ഇത്തരത്തിൽ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഖേത്തി ബാടി ഛോടുന്നു, നാം കൃഷിപ്പണി ഒഴിവാക്കിയാലോ എന്നാണ് എനിക്കും തോന്നുന്നത്. മുന്നി തുജ്സെ സച്ച് കഹ്താ ഹും, മുന്നി ഞാൻ നിന്നോട് സത്യം പറയട്ടെ, മഗർ മജൂരി കാ ഖയാൽ കർത്താ ഹും തോ ജി ഘബറാ ഉഡ്താ ഹെ, പക്ഷേ മറ്റുള്ള തൊഴിലുകളെടുത്ത് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അതിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സ് പെടപെടക്കുന്നുണ്ട്. കിസാൻ കാ ബേട്ട ഹോക്കർ അബ് മജൂരി ഇന്നെ കരുങ്ക, ഒരു കർഷകൻ്റെ മകനായിട്ട് ഒരിക്കലും ഞാൻ ഇനി മറ്റു തൊഴിലുകളെടുക്കാൻ പോകില്ല. ചാഹെ കിത്നി ഹി ദുർഗത് ഹോ ജായേ, ഇനി എത്ര വലിയ ദുർഗതിയായാലും, എത്ര തന്നെ പ്രയാസം സഹിക്കേണ്ടി വന്നാലും മറ്റു ജോലികളെടുക്കാൻ ഞാൻ തയ്യാറല്ല. ഖേത്തി കാ കാം ന ബിഗാടുങ്ക, ഇനിയൊരിക്കലും ഞാൻ വയലിലെ പണി അതൊരിക്കലും വടക്കാക്കില്ല, അതൊരിക്കലും മോശത്തരത്തിലാക്കില്ല, അതൊരിക്കലും കേടാക്കില്ല. ജബ്ര എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട്, ഇനി മുതൽ ഞാൻ കൃത്യമായി വയലിലെ പണിയെടുക്കും, മറ്റുള്ള തൊഴിലുകൾ അതെനിക്ക് യോജിച്ചതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താൻ എടുക്കുന്ന ജോലിയിൽ ഇനി മുതൽ സ്വന്തം തൃപ്തിയോടുകൂടി തന്നെ ജോലിയെടുക്കും എന്നുള്ള കരാർ ചെയ്തുകൊണ്ട്, മുന്നിയോട് അവിടുന്ന് കരാർ ചെയ്തുകൊണ്ട് ഹൽക്കു അവിടുന്ന് മടങ്ങുകയാണ്. കൂടെ തന്നെ ജബ്ര ക്യാ സോത്താഹി രഹേഗ, ഇനിയും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണോ ജബ്ര എന്ന് ജബ്രയെ വിളിച്ചുകൊണ്ട്, ചൽ ഘർ ചലേ, വീട്ടിലേക്ക് പോകാം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജബ്രയെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അഥവാ സ്വന്തം എടുക്കുന്ന പണിയിൽ ഇനി മുതൽ ഞാൻ താല്പര്യത്തോടുകൂടെ പണിയെടുക്കും, താല്പര്യമില്ലാതെ പണിയെടുക്കുന്നതിൽ നമുക്ക് വല്ലാത്ത നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന പാഠം അവിടുന്ന് അവർ പഠിക്കുകയാണ്. ഇനി ഇഖ്തിതാമി സവാലാത്ത് നിങ്ങൾ എഴുതണം ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.